അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാത്തൊരു പുസ്തകമാണ് ഇന്ന് സമ്മറൈസ് ചെയ്യുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡ്, റോബർട്ട് കിയോസക്കിയുടെ പുസ്തകമാണ്. 25 വർഷം മുൻപേ പബ്ലിഷ് ചെയ്ത ഈ ഒരു പുസ്തകം ഇപ്പോഴും അത്രയും ആ, ഏതൊരു കാലഘട്ടത്തിലും സ്യൂട്ട് ചെയ്യുന്ന കുറേ അഡ്വൈസസ്. ശരിക്കും പറഞ്ഞാൽ പൈസ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ കേൾക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു ബുക്കിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാ മാസവും ശമ്പളം കിട്ടുന്നു, എല്ലാ മാസവും ഒരേ കാര്യങ്ങൾ തന്നെ നടക്കുന്നു. 25-ാം തീയതി ആകുമ്പോഴത്തേക്ക് ശമ്പളം തീരുന്നു, അടുത്ത ശമ്പളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ഇതേ ഒരു റുട്ടീൻ കണ്ടിന്യൂ ചെയ്ത് വർഷങ്ങളായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ, അതും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ടീനേജേഴ്സ് ആയിട്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നവർ, ഇവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ലിറ്ററസീനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്നത്. എഴുതിയിരിക്കുന്നത് റോബർട്ട് കിയോസക്കിയാണ്. പുസ്തകം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ഇത് വീണ്ടും വായിച്ചപ്പം ഇത് കുറച്ച് നേരത്തെയൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ത് നന്നായേനെ എന്ന് സത്യമായിട്ടും തോന്നിയ ഒരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ചില ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. അതിൻ്റേതായ ഒരു റിസൾട്ട്സ് ചെറിയ രീതിയിൽ കാണാനും ഇപ്പോൾ പറ്റുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ 2 അച്ഛന്മാരുണ്ട് റോബർട്ട് കിയോസക്കി. ഒന്ന് റിച്ച് ഡാഡ്, ഒന്ന് പുവർ ഡാഡ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഫാദറാണ്. അദ്ദേഹം ഒരു പ്രൊഫസറാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു മിഡിൽ ക്ലാസ് ചിന്തകളുള്ള ഒരു ഫാദറാണ്. എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെ പണ്ട് തന്നെ പഠിപ്പിച്ച് തരുന്നുണ്ടല്ലോ. ജനിച്ചു കഴിയുമ്പോൾ തന്നെ എന്താ പറയുക, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം, നല്ലോണം പഠിക്കണം, ജോലി കിട്ടണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ശമ്പളം കിട്ടും, സമ്പാദിക്കണം, പൈസ ഉണ്ടാക്കണം. ഇങ്ങനെയാണ് ആ ഒരു റൂട്ട്, ആ ഒരു സൊസൈറ്റൽ രീതി. അപ്പോൾ റോബർട്ട് കിയോസക്കിയുടെ റിയൽ ഫാദർ എന്ന് പറയുന്നത് പ്രൊഫസറാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഇതുപോലെ തന്നെ മകനോട് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹത്തെയാണ് പുവർ ഡാഡ് എന്ന് റോബർട്ട് ഈ ഒരു പുസ്തകത്തിൽ റെഫർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ അച്ഛൻ റിച്ച് ഡാഡ് എന്ന് പറയുന്നത് എനിക്കൊന്ന് 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരാളാണ്. അദ്ദേഹം റോബർട്ടിൻ്റെ മൈക്ക് എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ ഫാദറാണ് റിച്ച് ഡാഡ്. അപ്പോൾ റിച്ച് ഡാഡ് കൊടുക്കുന്ന ഉപദേശങ്ങളും പുവർ ഡാഡ് കൊടുക്കുന്ന ഉപദേശങ്ങളും രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് പറയുന്ന ചില ടേക്ക് അവേസ് ഒരു 5-6 എണ്ണം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കാം. ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്നും അല്ല ഈ പുസ്തകത്തിൽ, അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ വെച്ച് വായിച്ച് ഇതെങ്ങനെ ആക്ഷനബിൾ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇക്കണോമിക്സോ അല്ലെങ്കിൽ വലിയ വലിയ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുന്ന ആളാണ്. പക്ഷേ എനിക്ക് പോലും ഈ പുസ്തകത്തിലെ ചില പറയുന്ന ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാവുകയും അത് ആക്ഷനബിൾ ആക്കാൻ പറ്റുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഈ ഒരു പുസ്തകം റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിലെടുക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി, മണി വർക്ക്സ് ഫോർ ദെം. നേരത്തെ പറഞ്ഞ പോലെ ഈ പുവർ ഡാഡ്, റോബർട്ടിൻ്റെ ഫാദർ, ഈ ഒരു നമ്മൾ സാധാരണ കാണുന്ന ഒരു മിഡിൽ ക്ലാസ് രീതിയിൽ തന്നെ പോകുന്നു. സാലറിക്ക് അഡിക്റ്റഡ് ആണ്, എല്ലാ മാസവും സാലറി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. എന്നാൽ എല്ലാ മാസവും അടുത്ത മാസത്തെ എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു റാറ്റ് റേസിൽ തന്നെയാണ് ഈ ഫാദർ പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് ഈ പുവർ ഡാഡ് വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ റിച്ച് ഡാഡ്, അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി മേക്സ് മണി വർക്ക് ഫോർ ഹിം. കുറേ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥാപനം, അതല്ലെങ്കിൽ ഷെയർസിലായിരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ പൈസ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും ഒരു ചെറിയ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റോബർട്ട് കിയോസക്കിയുടെ പുസ്തകം നമ്മളിപ്പോൾ വാങ്ങുന്ന സമയത്ത് അദ്ദേഹം അതിനുവേണ്ടി ആ സമയത്ത് ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ പുസ്തകം സെല്ലാവുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് പൈസ കിട്ടുകയാണ്. എന്ന് പറയുന്ന പോലെ കാശ് ഉണ്ടാക്കിയിട്ട് ഈ കാശ് കറക്റ്റായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് നമുക്ക് വീണ്ടും പൈസ തരുന്ന, മണി വർക്ക്സ് ഫോർ ദ പേഴ്സൺ എന്നുള്ള രീതിയിലുള്ള അഡ്വൈസസ് ആണ് ഈ റിച്ച് ഡാഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ആലോചിക്കേണ്ടത്. നമുക്ക് എങ്ങനെ അത് പ്രാവർത്തികമാക്കാമെന്ന് നമുക്ക് ആലോചിക്കാനുള്ളൊരു ലൈനാണ്, റിച്ച് പീപ്പിൾ ഡോണ്ട് വർക്ക് ഫോർ മണി, മണി വർക്ക്സ് ഫോർ ദെം. ഒരു മിഡിൽ ക്ലാസ് കാരൻ്റെ കാര്യം പുസ്തകത്തെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും, എവറി മന്ത് കിട്ടുന്ന സാലറി ആയിരിക്കും.
അപ്പോൾ ഈ സാലറി കിട്ടിയ ഉടനെ എന്ത് ചെയ്യും, നമുക്ക് കുറേ എക്സ്പെൻസസ് ഉണ്ടാവും. ഒന്നുകിൽ വീട്ടുവാടക, അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളിൻ്റെ ഫീ ആവാം, EMI അടയ്ക്കാനുണ്ടാവാം, വണ്ടിയുടെ ലോൺ അടയ്ക്കാനുണ്ടാവാം. ഇതെല്ലാം അടച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ആ മാസത്തെ എക്സ്പെൻസ് നോക്കാനായിട്ട്. അതും കൂടെ കഴിഞ്ഞാൽ സേവിങ്സിനുള്ള ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഇൻകം മൈനസ് എക്സ്പെൻസസ് ആണ് സേവിങ്സ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പെൻസസിനാണ്. അത് കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു മെൻറ്റാലിറ്റി, ഒരു പുവർ ഡാഡ് മെൻറ്റാലിറ്റി. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും പൈസ സേവ് ചെയ്യാനോ ഗ്രോ ചെയ്യാനോ ആയിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതേസമയം ഒരു റിച്ച് ഡാഡിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഇൻകം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സേവിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസ് എന്ന് പറയുന്നൊരു കാര്യത്തിലേക്കാണ് ഈ ഒരു പുസ്തകം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? സേവിങ്സിനാണ്. അത് കഴിഞ്ഞ് മിച്ചം വരുന്ന തുകയാണ് എക്സ്പെൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പോൾ എനിക്ക് ഇത്ര മാത്രം ശമ്പളം കിട്ടുന്നുള്ളൂ, അതിനകത്ത് എൻ്റെ എക്സ്പെൻസസിന് പോലുള്ള പൈസ തികയുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ സേവ് ചെയ്യും? അതിനുള്ള ഒരു ആൻസറാണ് ഒരു പുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. നമ്മളൊരൊറ്റ ജോലിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. നമുക്ക് സപ്പോസ് എക്സ്പെൻസസ് കുറയ്ക്കാൻ യാതൊരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇക്വേഷനിൽ കൂട്ടാൻ പറ്റുന്നത് എന്താണ്? ഇൻകം. അപ്പോൾ അവിടെയാണ് നമുക്ക് ഒരു അഡീഷണൽ പാർട്ട് ടൈം ജോബ്, അല്ലെങ്കിൽ നമ്മൾ റിയലായിട്ട് ചെയ്യുന്ന ഒരു ഡേ ജോബിന് നമ്മൾ ചെയ്യുന്ന ഡേ ജോബിന് അഡീഷണലായിട്ട് ഒരു പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് വൈസായിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് വരുന്ന ഒരു ഇൻകം വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ എക്സ്പെൻസസ് കവർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയാണ്. എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ട് പൈസ മാനേജ് ചെയ്യുക എന്നുള്ളത് പഠിച്ചാൽ മാത്രമേ എത്രയൊക്കെ ശമ്പളം കിട്ടിയാലും നമുക്ക് കയ്യിൽ പൈസ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് റോബർട്ട് കിയോസക്കി പറഞ്ഞു തരുന്നത്. ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റഡി നടത്തി. അപ്പോൾ വളരെ പാവപ്പെട്ട ആൾക്കാർക്കാണ് മിക്ക സമയങ്ങളിലും ലോട്ടറി അടിക്കുക എന്നുള്ളതും. അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്ത് സംഭവിക്കും, അവർ നല്ല വലിയ മില്ലിനിയേഴ്സൊക്കെ ആവും, വലിയ കാശുകാരാവുന്നു. അത് കഴിഞ്ഞ് ആഫ്റ്റർ 2 or 3 years നോക്കുന്ന സമയത്ത് ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടിയ ആളുകളെല്ലാവരും തന്നെ വീണ്ടും ഒരു പഴയ സ്റ്റേജിനെക്കാട്ടിലും കഷ്ടത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താ, പൈസ കിട്ടിയിട്ട് കാര്യമില്ല, കറക്റ്റ് കിട്ടിയ പൈസ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്തതായിരുന്നു അവിടെയുള്ളൊരു പ്രശ്നം. അപ്പോൾ ഇദ്ദേഹം പുസ്തകത്തിൽ പറയുന്നത്, സ്കൂളിൽ നമ്മുടെ കൺവെൻഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമുക്ക് പലതും പറഞ്ഞു തരുന്നുണ്ട്. ഇൻകം, എക്സ്പെൻസ്, സേവിങ്സ് എല്ലാം പഠിപ്പിച്ചു തരുന്നു. പക്ഷേ ഈ കിട്ടുന്ന പൈസ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ശമ്പളം കിട്ടി, ജോലി കിട്ടി എന്ന് പറയുന്നതിനെ കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. കറക്റ്റ് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമുക്കത് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യം സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്കൂളോ അല്ലെങ്കിൽ കോളേജിലോ നമ്മൾ പഠിച്ച് നിർത്തിയതിന് ശേഷം പിന്നീട് ഒരിക്കലും ഒരു കാര്യം പഠിക്കാതെ, ട്രെൻഡ് അറിയാതെ, വേൾഡിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു റിച്ച് ലെവലിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് പേഴ്സണൽ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? റിച്ച് ഡാഡ് പുവർ ഡാഡിലൊരു സെൻറ്റൻസ് തന്നെ പറയുന്നത്, പീപ്പിൾ ഹു ക്രിയേറ്റ് വെൽത്ത് ആർ കോൺസ്റ്റൻ്റ്ലി ലേണിംഗ് എന്നാണ്. വെൽത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് പുസ്തകത്തിലുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ലേഡി പറയുന്നുണ്ട്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പിന്നെ മാസ്റ്റേഴ്സ് എടുത്ത ആളാണ്, ഞാൻ നല്ല രീതിയിൽ ബുക്സ് എഴുതിയിട്ടും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന ബുക്കായിട്ടും ആ ബുക്ക് അധികം വിറ്റു പോകുന്നില്ല. അപ്പോൾ റോബർട്ട് കിയോസക്കി തിരിച്ചു പറയുന്നു, നിങ്ങളൊരു എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ അവർ പറയും, ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു സെയിൽസൊക്കെ പഠിക്കേണ്ട കാര്യം? അപ്പോൾ അവർ ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ റോബർട്ട് പറയുന്നത്, ഞാൻ നല്ല ഒരു പുസ്തകം, ഐ എം നോട്ട് എ ബെസ്റ്റ് റൈറ്റർ, നല്ലൊരു പുസ്തകം എഴുതുന്ന ആളല്ല, പക്ഷേ ഐ എം എ ബെസ്റ്റ് സെല്ലിംഗ് ഓഥർ. എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ളത് ഇദ്ദേഹം പഠിച്ചതുകൊണ്ടാണ് ഇപ്പോൾ 25 വർഷത്തിന് ശേഷവും ഈ പുസ്തകം ഇത്രയും സെല്ലായി പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പേര്
ആദ്യമേ സ്കൂളിൽ പോകാത്ത ഒരാൾക്കും എങ്ങനെ കാശുകാരനാകാം എന്നുള്ള രീതിയിൽ ഒരു പേരിട്ട സമയത്ത് വേറൊരാളുടെ അഡ്വൈസ് ചോദിച്ചപ്പം അദ്ദേഹം ദ എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ റോബർട്ട് പറഞ്ഞല്ല, അങ്ങനെ ഒരു പേരല്ല, ഈ ഒരു പേരാണ് കൂടുതൽ സെല്ല് ചെയ്യാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ഇതുപോലെയുള്ള സ്കിൽസ് നമുക്ക് എന്ത്, ഇപ്പോൾ അദ്ദേഹം പറയുന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പേരെ പരിചയമുണ്ടാകും, നല്ല കഴിവുള്ളവരായിരിക്കാം, പക്ഷേ ഫിനാൻഷ്യൽ ലിറ്ററസി സീറോ ആയതുകൊണ്ട് തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വളരെ കുറവായിരിക്കാം. എന്നാൽ കഴിവ് കുറഞ്ഞവർ വളരെ നല്ല രീതിയിൽ ഈ ഒരു ഫിനാൻഷ്യൽ ലെവൽ, കാരണം ഫിനാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ കിട്ടുന്ന ഈ പൈസ ഉണ്ടാക്കാൻ എളുപ്പമാണ്. വേറൊരു പോയിന്റ് പുസ്തകത്തിൽ പറയുന്നത് ഇറ്റ്സ് ഈസി ടു മേക്ക് മണി ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കീപ്പ് ഇറ്റ്. എത്ര പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് നമുക്ക് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റായ രീതിയിൽ ചാനലൈസ് ചെയ്യാനോ അറിയില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ അറിയാവുന്ന കാര്യമായിരിക്കും, നമുക്ക് പണ്ട് ചെറിയൊരു ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് കുറച്ചും കൂടി ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആവും. പക്ഷേ സിറ്റുവേഷൻ റിമെയിൻസ് ദ സെയിം. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു സെയിം കാര്യം റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ കുടുംബത്തിൽ നമുക്ക് പാരൻസിൻ്റെ സൈഡിൽ നിന്നും ഇതേപോലെയുള്ള കുറേ ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എപ്പോഴും ഫാമിലിയിൽ ഒരാളുണ്ടാവും ഇതുപോലെ ഇങ്ങനെ പൈസ ലോൺ അടച്ചും കിട്ടുന്ന ശമ്പളം എല്ലാം അടച്ചടച്ചടച്ചടച്ച് കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾക്കെങ്കിലും ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എങ്ങനെ വേറൊരു രീതിയിൽ ചിന്തിക്കാം, ഇതേ സൈക്കിളിൽ തന്നെ പെട്ടുപോകാതെ വേറൊരു രീതിയിൽ ചിന്തിച്ച് ഒരാളെങ്കിലും അവിടെ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ ഈ ഫാമിലിയിൽ ഇങ്ങനെ ആ ഒരു മിഡിൽ ക്ലാസ് രീതി കണ്ടിന്യൂ ചെയ്തു പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഒരാളെങ്കിലും ഫാമിലിയിൽ മാറി ചിന്തിക്കുകയും റിച്ച് ആൻഡ് പുവർ തമ്മിലുള്ളൊരു ഡിഫറൻസ് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം ഫിയറാണ്, പേടി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അത് തെറ്റിപ്പോവോ, ഉള്ള പൈസ എല്ലാം പോകുമോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാലത്തും നമുക്ക് ബിഗ് വിൻസും ഉണ്ടാവില്ല. കാരണം റോബർട്ടിൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി സ്റ്റാർട്ട് ചെയ്തതൊക്കെ പൊട്ടിപ്പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ അഗെയിൻ അതിനകത്തുനിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് എങ്ങനെ, ഇപ്പോൾ എനിക്കൊരു കാര്യം എങ്ങനെ എഫോർഡ് ചെയ്യാൻ, ഇപ്പോൾ ഒരു സപ്പോസ് ഒരു കാറ് മേടിക്കണം, എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് പറയുമ്പം നമ്മൾ ആ ഒരു പോസിബിലിറ്റീസ് എല്ലാം തന്നെ അവിടെ തന്നെ അങ്ങ് അടച്ചു. എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ എൻ്റെ കേപ്പബിലിറ്റീസ് അതിലില്ല, എനിക്കത് പറ്റില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറയുന്നതിന് പകരം ഹൗ ക്യാൻ ഐ എഫോർഡ് ഇറ്റ് എന്ന് മാറ്റി ചോദിക്കാനായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഒരു മാസം കൊണ്ട് എനിക്ക് കാറ് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ കാറ് മേടിക്കാനായിട്ട് എങ്ങനെ എനിക്ക് ആ ഒരു കാര്യം സാധിക്കാനായിട്ട് പറ്റും, എനിക്ക് പറ്റില്ല എന്നുള്ളതിൽ നിന്നും എങ്ങനെ എനിക്കത് പറ്റുമെന്ന് മാറ്റി ചോദിക്കണം എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് ഓഫ് തോട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോഴാണ് നമുക്കൊരു ഓപ്പൺനെസ്, നമ്മുടെ എങ്ങനെയെന്ന് നമുക്കത് വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഈ ഒരു ചിക്കൻ ലിറ്റിൽ എന്ന് പറയുന്ന ഒരു സ്റ്റോറി, ഒരു പോയം വായിച്ചിട്ടുണ്ടാവുമല്ലോ, ദ സ്കൈ ഈസ് ഫാളിങ്. എന്തോ ഒരു ചെറിയ സാധനം തലയിൽ വന്ന് വീണപ്പം അയ്യോ ആകാശം താഴെ വീണേന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞു നടക്കുവാണ് ചിക്കൻ ലിറ്റിൽ. അപ്പോൾ എല്ലാവരും പേടിച്ചു, ഒരു ഒരു പേടിയാണ് വരുത്തുന്നത് എന്ന് പറയുന്ന പോലെ അതങ്ങനെ വരും ഇതിങ്ങനെ വരും എന്ന് പറഞ്ഞ് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിളിൽ നിന്നും മാറാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് വേറൊരു കാര്യം, അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, സാലറി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഫോൺ വാങ്ങി, നല്ലൊരു കാർ മേടിച്ചു, നല്ല വീട് വെച്ചു, അല്ലെങ്കിൽ നല്ലൊരു ആനുവൽ ടൂറിന് പോകുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പറയുന്നത്, നമ്മൾ ചിന്തിക്കും ഫോൺ മേടിക്കുന്നു നമുക്കതൊരു അസറ്റാണ്, വീട് പണിയുന്നു നമുക്കതൊരു അസറ്റാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു സാധനം മേടിച്ചിട്ട് അതിൻ്റെ നെക്സ്റ്റ് മൊമെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു കാർ വാങ്ങി അതേ ഷോറൂമിൽ ആ സെയിം ഡേ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫുൾ പൈസ കിട്ടത്തില്ല, അവിടെ ഡെപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. എന്ത് കാര്യവും ഡെപ്രിസിയേഷൻ ആണെങ്കിൽ അത് നമ്മുടെ അസറ്റ് അല്ല, അത് നമ്മുടെ ലയബിലിറ്റി കോളത്തിലേക്കാണ് മാറുന്നത് എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അപ്പം നമ്മൾ എന്ത് സാധനത്തിന് നമ്മൾ പൈസ ചിലവാക്കുമ്പോഴും, ഫോർ എക്സാമ്പിൾ കാർ വാങ്ങണ്ട അല്ലെ വീട് വെക്കേണ്ട എന്നുള്ളതല്ല പറയുന്നത്, വേറൊരു സോഴ്സ്, ലോൺ എടുത്തൊരിക്കലും അങ്ങനെ ചെയ്യാതെ ഒരു സോഴ്സ് കണ്ടിട്ട് ആ സോഴ്സിൽ നിന്നും വരുന്ന മണി, ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും വരുന്ന പൈസ ഇതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റുക, അല്ലാതെ ലോൺ എടുത്ത് ആ ഒരു സൈക്കിളിൽ പെട്ടുപോകരുത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ കുറച്ചുകൂടെയൊക്കെ അവെയർ ആയിരിക്കണം, നമ്മൾ എവിടേക്കാണ്
അല്ലാതെ ഇല്ല എനിക്കിങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിച്ച് നമ്മൾ ആ ഒരു കാര്യം സൈഡ് ലൈൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു റട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല. ഓപ്പണായിട്ട് ചിന്തിക്കുക, എവിടാണ് പ്രശ്നം, എന്തുകൊണ്ടാണ്, എവിടാണ് എനിക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി വരേണ്ടത്, എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിന് ഒരു ഏജും ഒരു സിറ്റുവേഷൻസും അതിനൊരു ഫാക്ടറല്ല. അതുപോലെ ഒരു കാര്യം പറയുന്നത്, എല്ലാ സ്ഥലത്തും ഗോൾഡ് ഉണ്ട്, പക്ഷെ അത് നോക്കുന്ന ആൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരിക, അത് പഠിച്ചേ പറ്റുള്ളൂ. സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. ആരോ തമാശയ്ക്ക് പറഞ്ഞിട്ടില്ല, എങ്ങനെ കടം മേടിക്കാതിരിക്കും, തൊട്ടപ്പുറത്ത് കടം മേടിച്ചിട്ടാണ് നമ്മളെ മൈനസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു റിച്ച് ഡാഡിൻ്റെ മെൻറ്റാലിറ്റിയിലേക്ക് പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഇതിൽ വളരെ ചുരുക്കിയിട്ടൊരു 5-6 പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് പേജ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസിന് കണക്കായിട്ടുള്ള ആക്ഷനബിൾ ടിപ്സ് ഇതിനകത്ത് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്, സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞിട്ട്. അതും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് കട്ടൻ ടോക്സിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ മലയാളം വേർഷനും ഉണ്ടെന്ന് തോന്നുന്നു. അതാണെങ്കിൽ അത് നോക്കി ഒന്ന് വായിച്ചിരിക്കുക. പ്രത്യേകിച്ചും ടീനേജേഴ്സിനും അതുപോലെ തന്നെ ജോലി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും നല്ലൊരു ബുക്കാണ്, നല്ല റെക്കമെൻഡേഷനാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. കട്ടൻ ടോക്സിൽ റിവ്യൂ ചെയ്യേണ്ട ബുക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അപ്പോഴാണ് പിന്നെയും ബുക്സൊക്കെ റിവ്യൂ ചെയ്യാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കട്ടൻ ടോക്സ്.